LDF തുടരുമെന്ന് ഉറപ്പാണെന്ന് എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ 24നോട്. 10 വർഷം പൂർത്തിയാകുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല, നല്ല ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും AK ശശീന്ദ്രൻ. എലത്തൂരിലെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. എലത്തൂർ തുടക്കം മുതൽ വിവാദങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് പ്രചരണം അങ്ങോട്ട് കൊട്ടിക്കയറുന്നു നമ്മൾ കണ്ടു. ആദ്യത്തെ ചോദ്യം തന്നെ, ആശങ്കയുണ്ടോ എലത്തൂരിൻ്റെ കാര്യത്തിലെന്നാണ്. മിനിസ്റ്റർ എങ്ങനെ പ്രതികരിക്കുന്നു? എലത്തൂരിൻ്റെ കാര്യത്തിലായാലും സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലായാലും LDF ജയിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരാശങ്കയുമില്ല. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDF കേരളം ഭരിക്കും. UDF തരംഗം ഒരു സൈലൻസ് യൂപ്പ് വേവ് എന്നൊക്കെ പറയുന്നുണ്ട്, അത്തരം സാധ്യതയുണ്ടോ? UDF വേവ് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത്, കഴിഞ്ഞ തവണ LDF വേവ് ഉണ്ടായില്ലേ? ആ വേവ് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇപ്പോൾ LDF വിരുദ്ധ വേവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ആ വേവ് എന്താ പ്രത്യക്ഷപ്പെടാത്ത? രഹസ്യമായിട്ട് വേവ് ഉണ്ടാവില്ലല്ലോ. വേവ് ഉണ്ടാണെങ്കിൽ അത് പരസ്യമാണ്. ജനങ്ങളുടെ ഇടയിൽ പരസ്യമായി ഒരു UDF അനുകൂല വികാരമുണ്ടോ? അങ്ങനെ ഒരു തരംഗം ഉണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ നല്ല ഒരു ആത്മവിശ്വാസത്തോടെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയേണ്ടത്. പക്ഷേ ഇവിടെ നടന്ന വിവിധ സർവേകൾ പലപ്പോഴും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആ സർവേകളിലെല്ലാം ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ 10 കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു മുന്നണി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുവെന്നത്, പിടിച്ചു നിൽക്കുന്നുവെന്നത് രാഷ്ട്രീയ വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരമല്ല, UDF അനുകൂല വേവല്ല. ഞങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇനി ചില പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ ഞങ്ങളെ ഒരു തള്ളി പറയുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ സ്വീകാര്യം. അവർക്ക് ഞങ്ങളെ വോട്ടർമാർക്ക് ഞങ്ങളെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. ഈ എലത്തൂരിൽ ആദ്യം വിമതശല്യം ഉണ്ടായിരുന്നു, അങ്ങയുടെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് ശശീന്ദ്രൻ എന്ന പേരിൽ തന്നെ അപരനാമത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായി, ചിഹ്നങ്ങളുടെ പ്രശ്നം വന്നു. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷം നേടാൻ സാധിക്കും. ഈ എലത്തൂരിലെ വോട്ടർമാരായാലും കേരളത്തിലെ വോട്ടർമാരായാലും അവരെ തെറ്റിദ്ധരിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരെ ചെറുതായി കാണാൻ നടത്തിയ ശ്രമങ്ങളിലേക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾക്കെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും എലത്തൂരിലെ രാഷ്ട്രീയ വിധിയെഴുത്ത്. അവസാനത്തെ ചോദ്യം, വീണ്ടും പിണറായി ക്യാബിനറ്റ് വീണ്ടും അധികാരത്തിലെത്തുമോ? ആ ക്യാബിനറ്റിൽ AK ശശീന്ദ്രൻ ഉണ്ടാകുമോ? പിണറായി മന്ത്രിസഭ കേരളത്തിലുണ്ടാകും. AK ശശീന്ദ്രൻ്റെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. വളരെ കൃത്യമായി തന്നെ പിണറായി മന്ത്രിസഭ തുടരും, എന്നാൽ AK ശശീന്ദ്രൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.